നമസ്കാരം. ചെണ്ടുമല്ലിയും മുളകും ഒക്കെ പൂവിട്ടു അല്ലേ? അപ്പോൾ ഇവർക്ക് നമുക്കൊരു മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട് 15-20 ദിവസം കൂടുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ഇലകൾ തെളിച്ച് കൊടുക്കണമെന്ന്. കുറച്ച് തക്കാളി തൈ ഉണ്ട്, നടണം. മൈക്രോ ന്യൂട്രിയൻസ് കാണിച്ചു തരാം. ഇത് സമ്പൂർണ്ണയാണ്, പച്ചക്കറിക്കുള്ള സമ്പൂർണ്ണ. നമ്മുടെ കാർഷിക സർവകലാശാല പുറത്തിറക്കുന്നതാണ്. നമ്മുടെ കാർഷിക സർവകലാശാല ഔട്ട്ലെറ്റുകളുണ്ടാവും, അത് നിങ്ങളുടെ വീടിനകത്ത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ BFPCKയുടെ വെജിറ്റബിൾ മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സൂക്ഷ്മമൂല്യ കൂട്ടമുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള വളക്കടകളിൽ ചോദിച്ചാൽ പ്രൈവറ്റ് കമ്പനികളുടെ സൂക്ഷ്മമൂല്യ കൂട്ട് കിട്ടും. അതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ മാത്രമേ തളിക്കാവൂ. കൂടിപ്പോയാൽ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ബോറോൺ ഉണ്ടാവും. ഈ ബോറോൺ വളരെ ചെറിയ അളവിൽ മതി ചെടിക്ക്. അത് ആ കറക്റ്റ് അളവിലായിരിക്കും ഈ മിക്സിൽ ഉണ്ടാകുക. അപ്പോൾ ആ അളവിൽ മാത്രം തളിക്കുക. നമ്മളിതിപ്പം കലക്കി വെച്ചിരിക്കുകയാണ്, സമ്പൂർണ്ണയാണ്. 5 ഗ്രാം സമ്പൂർണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് പോയാൽ മതി. ഒരുപാടൊന്നും അതായത് ഒരുപാട് അങ്ങ് കുളിപ്പിച്ച് തളിക്കേണ്ട കാര്യമില്ല. ഇല നനഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ വീഡിയോ ഇടുന്നത് വളരെ കുറവല്ലേ, ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ വരുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഞാൻ ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. 5 വർഷത്തെ ലീവ് എടുത്തിട്ട് കൃഷി ചെയ്യാനാണ്. 20 ഏക്കറിൽ. തുടക്കത്തിൽ നമുക്കറിയാത്ത ഭാഷ, നാട് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നില്ല. ഒരു 20 ഏക്കറിൽ തുടക്കത്തിൽ ചെയ്യുകയാണ്. വേറെ ഒന്നുമില്ല, അവിടെ പച്ചക്കറി ഇല്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഉൽപ്പാദനം ചെയ്തു കൊടുക്കുകയെന്ന് അവിടുത്തെ കൃഷി വകുപ്പും പറഞ്ഞിട്ടുണ്ട്. അവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം. കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം.